കൂട്ടുകാരൻ അതുപോലെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടട്ടെ. എന്റെ പ്രാർത്ഥനയും അതാ. നിന്നോടെ അവൻ നല്ല ചങ്ങാത്തത്തിലാണല്ലോ, അതല്ലേ കൂടെ വരാന്ന് സമ്മതിച്ചത്? അത് ചേച്ചി പറഞ്ഞിട്ടാ. കൂട്ടുകാരനെ ബുദ്ധിമുട്ടിച്ചതിന്റെ വിഷമം എനിക്കുണ്ട്. എന്നാലേ സച്ചി വലിയ സന്തോഷത്തില്. എന്തോ ഒരു കാര്യസാധ്യം നടക്കാൻ പോകുന്നതിന്റെ ത്രില്ലിലവൻ. എന്ത് കാര്യസാധ്യം? അവന്റെ മട്ടും ഭാവം കണ്ടപ്പോ എനിക്കങ്ങനെ തോന്നിയതാ. ക്ഷേത്രത്തിൽ പോവാൻ കഴിയുന്നതിന്റെ സന്തോഷാവും. അമ്മു, ആദ്യം നമ്മള് എവിടേക്കാ പോകുന്നേ? അമ്മുന്റെ വീട്ടിലേക്കാണോ? ലീസിന്റെ പേപ്പർ ശരിയാക്കുന്ന വക്കീലിന് പോയി കാണണം. പണവും എഗ്രിമെന്റും വക്കീലിന്റെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ടെന്നാ പാട്ടത്തിനെടുത്ത കൃഷ്ണേട്ടൻ കുഞ്ഞുട്ടേട്ടനോട് പറഞ്ഞത്. എഗ്രിമെന്റിൽ ഒപ്പിട്ട് കൊടുക്കാൻ വേണം. പോകുന്ന വഴിക്കാണോ വക്കീലിന്റെ വീട്? അതെ, വീട് എനിക്കറിയാം. വക്കീൽ അവിടെ ഉണ്ടായാ മതി. എന്നാ പോവാം. അപ്പച്ചി ഫ്രഷ് ആയില്ലേ? യാത്രാക്ഷീണമൊക്കെ കുറഞ്ഞു. അമ്മൂന്റെ നാട്ടിലേക്ക് പ്രവേശിക്കട്ടെ. അപ്പച്ചിയുടെ മുഴുവൻ ക്ഷീണവും പോവും. പറച്ചില് കേട്ടാ തോന്നൂല്ലോ സച്ചി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. ശ്രീകുട്ടി പറഞ്ഞത് എത്ര സത്യം. ഇവരെ ഒരു ജീവിതത്തിൽ ചേർത്ത് വെക്കേണ്ടവർ തന്നെയാ. നീ ഭാഗ്യവതി അമ്മു. സഞ്ജു അല്ല, സച്ചിയാ നിനക്ക് ദൈവം വിധിച്ചത്. എന്തിനാ കാവേരി ചേച്ചി ചിരിച്ചത്? ഒന്നുമില്ല അമ്മു. എന്ത് ഭംഗിയാ അമ്മുന്റെ നാട് കാണാൻ. നാട്ടിൻപുറമെന്ന് പറഞ്ഞ ശരിക്കും ഇത് തന്നെയാ. ഇവിടേക്ക് വന്ന് താമസിക്കാൻ കൊതിച്ചു പോവാ. അതൊക്കെ കാണുമ്പോ തോന്നുന്നതാ. കുറച്ചു ദൂരം കഴിഞ്ഞ ഫോണിന് റേഞ്ചൊന്നും ഉണ്ടാവില്ല. ഇവിടെ വന്ന് താമസിച്ച് 2 ദിവസം കഴിയുമ്പോ കാവേരി ചേച്ചി തന്നെ പറയും ഈ നശിച്ച നാട്ടിൽ നിന്നൊന്ന് പോയാ മതിയെന്ന്. പെരുവണ്ണാപുരത്തേക്ക് 5 കിലോമീറ്റർ. ഇനി 5 കിലോമീറ്റർ കൂടി ഉണ്ടല്ലേ? കൂട്ടുകാരന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഒന്ന് വണ്ടി നിർത്തണേ. കാവേരി ചേച്ചി, ഇതാ വക്കീലിന്റെ വീട്. ആരാമോ? രാജുവേട്ടനാ. രാജുവേട്ടാ, എന്താ വിളിച്ചത്? അമ്മു, നീ എവിടെ എത്തി? വീട്ടിലെത്തിയില്ലല്ലോ? ഇല്ല, വക്കീലിന്റെ വീടിന്റെ മുന്നിലാ ഞങ്ങളിപ്പോ. സഞ്ജു ആകെ ടെൻഷനില്ല. അവൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. സച്ചി എടുത്തുണ്ടോ? ഇല്ല, ഞാൻ മാറി നിന്നാ സംസാരിക്കുന്നെ. രാജുവേട്ടൻ പറഞ്ഞു. എന്താ അദ്ദേഹം പറയുന്നേ? അമ്മുവിന്റെ വീട്ടിലേക്ക് സച്ചിയെ കൊണ്ടുപോകാതെ നോക്കണം തന്നെ. അവൻ ആ വീട്ടിൽ വന്ന സഞ്ജു നിന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല. ഞങ്ങളെ വീടിന് മുന്നിൽ ഇറക്കിയിട്ട് കൂട്ടുകാരൻ പോയിക്കോളും. കുഞ്ഞുട്ടേട്ടൻ അത് കൈകാര്യം ചെയ്തോളും. എന്നാ നീ നിന്റെ കുഞ്ഞുട്ടേനെ വിളിച്ച് ഇപ്പൊ തന്നെ വിവരം പറ. നിങ്ങളെ സച്ചി അവിടെ ഇറക്കിയ ആ കാറിൽ കുഞ്ഞുട്ടൻ കയറണം. അപ്പൊ തന്നെ സച്ചിയെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകണം. ഞാൻ പറയാം, രാജുവേട്ടൻ വെച്ചോ. എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങി നിൽക്കുക. ശരി. കുഞ്ഞുട്ടേട്ടനെ കിട്ടുന്നില്ലല്ലോ. ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അമ്മോ, വാ. അല്ല, ഇതാരും ലച്ചുവോ? വാ മോളെ, ഇരിക്കി. ഇതാണല്ലേ ലച്ചുന്റെ ഹസ്ബൻഡ്? കേട്ടിട്ടേ ഉള്ളൂ, കാണുന്നത് ആദ്യമായിട്ടാ. ഭർത്താവാകാൻ പോകുന്നേ ഉള്ളൂ. ഇത് ഭർത്താവിന്റെ സഹോദരനാ. അദ്ദേഹം തിരക്ക് കാരണം വന്നില്ല. അദ്ദേഹത്തിന്റെ അപ്പച്ചിയുണ്ട്, പുറത്തിരിക്കുക. വക്കീൽ സാറിനെ വന്ന് കാണുമെന്ന് വല്യമ്മ വിളിച്ചറിയിച്ചു. മോള് വന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. മോളുടെ അച്ഛനുമായി എനിക്ക് ദീർഘകാലത്തെ സൗഹൃദം ഉണ്ടായിരുന്നു. തച്ചിലയിടത്തെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. മോൾക്കതൊന്നും അറിയില്ല.
വക്കീൽ സാറാണോ പാട്ടത്തുക വീട്ടിൽ കൊടുക്കണ്ടെന്ന് പറഞ്ഞത്? കൃഷ്ണേട്ടൻ അങ്ങനെയാണത്രേ പറഞ്ഞത്. ലീസിന്റെ എഗ്രിമെന്റ് ചെയ്യുന്നത് ഞാനല്ലേ? ഇത്രയും കാലം വരെ കണ്ടില്ലെന്ന് ഭാവിച്ചു. ഇനി അത് പറ്റില്ല മോളെ. സത്യത്തിൽ കാലാവധി കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിയമസാധ്യതയില്ലാത്ത കരാറാത്. ഒരു പ്രശ്നം വന്നാൽ ഞാനും അതിൽ പെട്ടുപോകും. എന്തു തന്നെയായാലും പാട്ടസംഖ്യ വല്യമ്മയ്ക്ക് തന്നെ കിട്ടണം. വക്കീൽ സാറ് അതിന് വേണ്ടത് ചെയ്യണം. എന്തിനാ മോളെ ഇത്രയും വലിയൊരു തുക അവർക്ക് വെറുതെ കൊടുക്കുന്നത്? മനുഷ്യപ്പറ്റില്ലാത്ത കൂട്ടങ്ങളാ ആനന്ദവല്ലിയും മക്കളും. ഇന്നോളം അവർ മോളെ ദ്രോഹിച്ചിട്ടല്ലേ ഉള്ളൂ. മോൾ അതൊക്കെ മറന്നോ? എത്ര രൂപയ്ക്കാ ഭൂമി ലീസിനെടുത്തിരിക്കുന്നത്? 8.5 ലക്ഷം. അത്രയും ഭൂമി ലച്ചുവിന്റെ പേരിലുണ്ടോ? ആ കുടുംബത്തിന്റെ സ്വത്ത് മുഴുവനും ലച്ചുവിന്റെ പേരില്ല. ലച്ചുവിന്റെ അമ്മ രാധാമണി ടീച്ചറുടേതാ അതൊക്കെ. ഇതും കൈയടക്കി വച്ചിട്ടാ ലച്ചുവിനെ അവർ വേദനിപ്പിച്ച് രസിച്ചത്. എല്ലാം ഈ നാട്ടുകാർക്കറിയാവുന്ന കാര്യങ്ങളാ. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വക്കീൽ സാർ പറഞ്ഞാ മതി. എനിക്ക് ബന്ധുക്കൾ എന്ന് പറയാൻ അവര് മാത്രമേ ഉള്ളൂ. ആ തുക അവർക്കുള്ളതാ. നിന്നെപ്പറ്റി കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന അറിവുകളാണല്ലോ ഞാൻ കേൾക്കുന്നത്. അതാണ് മോളുടെ തീരുമാനമെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ഭർത്താവിന്റെ ബന്ധു എന്ന നിലയിൽ നിങ്ങൾക്ക് വിയോജിപ്പൊന്നുമില്ലല്ലോ. ലച്ചു പറയുന്നതാണ് സർ ശരി. ലച്ചുവിന് ജീവിക്കാൻ അതിൽ നിന്ന് കിട്ടുന്ന ഒന്നും വേണ്ട. ആ, ലീസിന്റെ എഗ്രിമെന്റ് സാറൊന്ന് വായിച്ചു നോക്ക്. ശരിക്കും നിന്റെ പേര് ലക്ഷ്മി എന്നാണല്ലേ? ലക്ഷ്മി ലച്ചുവായി, പിന്നെങ്ങനെ നീ അമ്മുവായി? ഞാനതിൽ ഒപ്പിടട്ടെ? സൈൻ ചെയ്തോ? ആ, ഇത് എഗ്രിമെന്റിന്റെ കോപ്പിയാ. ഇതിലും സൈൻ ചെയ്യണം. ആ, ഇത് പാട്ടക്കാരൻ കൃഷ്ണന് കൈവശം വയ്ക്കാനുള്ളതാ. ഇതില് മുഴുവൻ തുകയുമില്ല. ബാക്കി എഗ്രിമെന്റിൽ പറഞ്ഞ പ്രകാരം 6 മാസം കഴിഞ്ഞ് കിട്ടും. ഇന്നലെ കൃഷ്ണൻ കൊണ്ടുവന്നതാ. ലച്ചു വാങ്ങിക്കോളൂ. എഗ്രിമെന്റും വെച്ചോളൂ. സാറിന്റെ ഫീസ് പറഞ്ഞില്ല. എന്റെ ഇടപാട് പാട്ടക്കാരനുമായ. നിങ്ങൾ പൊയ്ക്കോളൂ. താങ്ക് യു സാർ. വെൽക്കം. തച്ചിലിടത്തേക്കല്ലേ മോള്? അതെ. ഇതെവിടെ കൊടുത്തിട്ട് തിരിച്ചു പോണം. കണ്ടതിൽ സന്തോഷമുണ്ട് മോളെ. നിന്റെ അച്ഛൻ ആഗ്രഹിച്ചതുപോലെ നീ നല്ലൊരു നിലയിലെത്തിയല്ലോ. മോളെ ചവിട്ടിത്തേച്ചവർക്ക് ജീവിക്കാൻ ഇപ്പൊ മോളുടെ സഹായം വേണമെന്നായി. ഇതിനെയാ ദൈവവിധി എന്ന് പറയുന്നത്. എല്ലാത്തിനും സാക്ഷിയല്ലേ പെരുവണ്ണാപുരത്തമ്മ. നിന്റെ അച്ഛന്റെ പ്രാർത്ഥന വെറുതെ ആയില്ല. ഞങ്ങൾ ഇറങ്ങട്ടെ സാർ? പൊയ്ക്കോളൂ, നന്നായി വരും. ഞാനിപ്പോ തന്നെ കൃഷ്ണനെ വിളിച്ച് പറയാം. ശരി. ഹലോ, ഞാൻ ഹോട്ടലിലെത്തി ഒന്ന് ഫ്രഷ് ആയതേ ഉള്ളൂ. സഞ്ജു, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. അത് ഉടൻ സഞ്ജുവിനെ അറിയിക്കാനാണ് വിളിച്ചത്. അമ്മുന്റെ ഒളിഞ്ഞിരിക്കുന്ന ഭർത്താവ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്കിനി എളുപ്പത്തിൽ കഴിയും. അതെങ്ങനെ കഴിയുമെന്ന് നീ പറയുന്ന? നമുക്ക് കിട്ടിയ ഫോട്ടോയില് അമ്മുന്റെ മുഖം മാത്രമല്ല, എന്നാ ബാക്കി ഭാഗം കൂടി ചേർത്ത് പുതിയ ഫോട്ടോയാ കയ്യിൽ വരാൻ പോകുന്നത്. ആ ഒരു ഫോട്ടോ മാത്രമല്ല, അമ്മുന്റെ മുഴുവൻ വിവാഹ ഫോട്ടോയും. നീ എന്തൊക്കെയാ സ്വാതി പറയുന്ന? എങ്ങനെ ഫോട്ടോ കിട്ടും? നിങ്ങളെല്ലാരും പോയപ്പോ ഞാൻ ഈ ഫോട്ടോ എടുത്ത് നോക്കി. അതിന്റെ ഒരു ഭാഗത്ത് ഒരു QR കോഡ് ഉണ്ടായിരുന്നു. ആദ്യം ഞാനത് ശ്രദ്ധിക്കാതെ പോയി. QR കോഡോ? ഫോട്ടോയിലോ? അതേന്ന്. ഞാനത് സ്കാൻ ചെയ്ത് നോക്കി. അതിൽ നിന്ന് ആ സ്റ്റുഡിയോയുടെ ലൊക്കേഷനും ഫോൺ നമ്പറും കിട്ടി. അതിൽ കൂടുതൽ എന്ത് വേണം? അമ്മ ഭർത്താവിന്റെ കാര്യം രഹസ്യമായി വെച്ചെങ്കിൽ അവള് പറയാതെ തന്നെ അയാളെ കണ്ടുപിടിക്കുന്നതല്ലേ സഞ്ജു എന്റെ മിടുക്ക്?
അതാ സംഭവിക്കാൻ പോകുന്നത്. എവിടെയാ സ്റ്റുഡിയോ? അത് തിരുപ്പുറം എന്ന് പറയുന്നൊരു സ്ഥലത്താ. തിരുപ്പുറം? അവളുടെ നാടിനടുത്താവും. ഞാൻ ആ ഫോൺ നമ്പറിൽ വിളിച്ചു. സ്റ്റുഡിയോ ഉടമയോട് സംസാരിക്കുകയും ചെയ്തു. എന്നിട്ട് ഫോട്ടോസ് കിട്ടിയോ? ഫോട്ടോസ് അയാളുടെ കമ്പ്യൂട്ടറിലുണ്ട്. ഞാൻ ഫോട്ടോ അയാൾക്ക് വാട്സപ്പ് ചെയ്ത് കൊടുത്തു. സുധീഷ് എന്ന അയാളുടെ പേര്. അയാൾ തന്നെയാ വിവാഹ ഫോട്ടോ എടുത്തത്. അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാ. അയാൾ എല്ലാത്തിനും സാക്ഷിയാ. 2 ദിവസമായി കമ്പ്യൂട്ടർ കേടുപറ്റിയിരിക്കുക. അത് നന്നാക്കി കിട്ടാൻ സിറ്റിന്ന് ആള് വരണം അത്രേ. കമ്പ്യൂട്ടർ ഓണായ അയാൾ നമ്മളെ വിളിക്കാന്നും പറഞ്ഞിട്ടുണ്ട്. ഇനിയും 2 ദിവസത്തെ കാലതാമസം ഉണ്ടാവുമെന്നാ പറയുന്നത്. കമ്പ്യൂട്ടർ തകരാറിലല്ലായിരുന്നെങ്കിലേ ഞാൻ സച്ചിയോട് പറഞ്ഞ് അമ്മു അറിയാതെ ഫോട്ടോസ് വാങ്ങി വരാൻ പറഞ്ഞേനെ. 2 ദിവസം വെയിറ്റ് ചെയ്യാം. അയാൾ വിളിച്ചില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് വിളിക്കാം. അങ്ങനെ തന്നെ ഞാനും കരുതുന്നത്. അയാൾക്ക് 5000 രൂപ പേ ചെയ്തിട്ടുണ്ട്. അയാള് ഫോട്ടോസ് ചെയ്തുതരും. ഇപ്പോ സച്ചിയെ വിളിച്ച് ഇക്കാര്യം പറയണ്ട. അമ്മുവിന് സംശയം ഉണ്ടാവുന്ന ഒന്നും സച്ചിയിൽ നിന്നുണ്ടാവരുത്. അവൻ സ്പൈ വർക്കിന് വന്നതായിട്ട് അമ്മുവിന് തോന്നാൻ പാടില്ല. അവൻ അമ്മുവിനോട് മനസ്സ് തുറക്കട്ടെ. അതിനുള്ള അന്തരീക്ഷമാണ് വേണ്ടത്. നമുക്ക് നമ്മുടെ വഴിക്ക് പോവാം. അയാളെ കിട്ടാതെ വന്നാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അത്രേ ഉള്ളൂ. എനിക്കിന്ന് സന്തോഷമുള്ള ദിവസം. ആരോ വാതില് തട്ടുന്നുണ്ട്. ഞാൻ നിന്നെ രാത്രിയിൽ വിളിക്കാം. നീ വെച്ചോ. ഓക്കെ സഞ്ജു. ഓക്കെ, ബൈ. സ്വാതി ഒരുപാട് ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. ആരും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ. ഭാഗ്യത്തിന് ആ കമ്പ്യൂട്ടർ കേടായത്. അല്ലെങ്കിൽ ഇതിനോടൊക്കെ ആ കല്യാണ ഫോട്ടോസ് സ്വാതിയുടെ കയ്യിലെത്തുമായിരുന്നു. പിന്നെ ഒരു തിരിച്ചുപോക്കിന് എനിക്ക് കഴിയാതെ വരും. സ്വാതിയുടെ കയ്യിൽ ആ ഫോട്ടോസ് കിട്ടാൻ പാടില്ല. അതിനി എന്ത് ചെയ്യും? ഒന്ന് സഹായിക്കാൻ ആരാ ഉള്ളേ? ഈശ്വര, പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ലല്ലോ. എന്താ സച്ചി? അമ്മൂന് വേണ്ടത് ആ കടയിൽ കാണും. നന്ദൂട്ടിന് കുറച്ച് സ്വീറ്റ്സ് വാങ്ങണം. പിന്നെ അവൻ ഇപ്പോഴും ടോയ്സ് വലിയ ഇഷ്ടോ. അതിനെന്താ, ഒന്നിനും ഒരു കുറവും വരുത്തണ്ട. അല്ലേ കാവരിയപ്പച്ചി? എന്ത് വാങ്ങി തരാനും കൂടെ ഒരാളുണ്ടല്ലോ. എന്നാ വാ, ഷോപ്പിൽ കയറാം. ഹലോ ചേട്ടാ. എന്താ സാർ വേണ്ടത്? എല്ലാം നോക്കട്ടെ. അമ്മു വേണ്ട സെലക്ട് ചെല്ലമ്മ. വരൂ മാഡം. സച്ചി, ശ്രീകുട്ടി പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടക്കുവോ? എല്ലാ ഒത്താശയും ചെയ്തു തരാനാ അവൾ എന്നോട് പറഞ്ഞത്. നീ നിന്റെ ഇഷ്ടം അവളോട് പറയണം. ഇതുപോലൊരു ചാൻസ് ഇനി കിട്ടുമോ? ഞാനേ ഉറപ്പായിട്ടും പറയും. പാവം പെണ്ണ അവള്. പണവും സമ്പത്തും ഒന്നുമല്ല വലുത് സച്ചി. നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പെണ്ണാ വലുത്. അപ്പച്ചി പറഞ്ഞത് സത്യ. അവൾക്കിത് ഷോക്കാവും. നിന്നെ ഏട്ടനെ പോലെ അവള് കാണുന്നത്. ഷോക്കുണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ സംസാരിച്ച ശേഷം അപ്പച്ചി അതേക്കുറിച്ച് ഒന്നും അമ്മൂനോട് ചോദിക്കരുത്. സംസാരമൊക്കെ വീട്ടിൽ ചെന്നിട്ട് മതി. അമ്മു പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ സച്ചിക്ക്. നമ്മളെ അവൾ വീട്ടിൽ പരിചയപ്പെടുത്തുന്നത് അവളുടെ കഴുത്തിൽ താലി കെട്ടിയവന്റെ ബന്ധുക്കളായിട്ടാ. ഞാൻ അവന്റെ അപ്പച്ചി, നീ അവന്റെ അനിയനും. എന്തിനാ അവള് കള്ളം പറയുന്നേ? നാളെ അതൊരു വിഷയാവില്ലേ? നിന്റെ മനസ്സിലിരിപ്പ് അവൾക്കറിയില്ലല്ലോ. പിന്നെ അവൾ അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. അവളുടെ മുറച്ചെറുക്കൻ നരേന്ദ്രൻ എന്നൊരാളുണ്ട്. അവനെ കൊണ്ട് അവളുടെ വീട്ടുകാർ താലി കെട്ടിക്കാൻ നോക്കിയതാ. അവന്റെ ശല്യം ഒഴിവാക്കാനാ അവള് ഭർത്താവ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞത്. മനസ്സിലായി. അയാൾ അവിടെ കാണും. സച്ചി മിണ്ടാനോ സഹകരിക്കാനോ പോരുത്. ചിലപ്പോ അതൊരു മഴയ്ക്ക് കലാശിക്കും. ഞങ്ങള് നിന്നെ വിശ്വസിച്ചാ വരുന്നത്. അപ്പച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാനൊന്നിനും പോയില്ല. സച്ചി അവരെ കാണുന്നത് തന്നെ എനിക്ക് പേടിയാ. ഞങ്ങളെ അവിടെ വിട്ട ശേഷം ക്ഷേത്രത്തിനടുത്തുള്ള ഏതെങ്കിലും ഒരു ലോഡ്ജിലേക്ക് സച്ചി പോണം. അതൊക്കെ ചെയ്യാം. ഞാനവിടെ താമസിക്കാതിരുന്ന പോരെ?
നിനക്കെന്തിനാ സച്ചി ഇത്? അമ്മൂന് ഗിഫ്റ്റ് കൊടുക്കാനാ. പ്രണയത്തിന്റെ സിമ്പൽ ഇതിലും കൂടുതൽ ഏതാ? അതിന് ഇതിലും വലിയ ഗിഫ്റ്റ് വേറെ ഇല്ല. ഇത് അവൾക്ക് കൊടുക്ക്. എല്ലാം കിട്ടിയോ അമ്മു? കിട്ടി. ഇതുകൂടെ പാക്ക് ചെയ്തോ. ശരി സാർ. അതെന്തിനാ? അവൻ നിനക്ക് തരാൻ വേണ്ടി വാങ്ങിയതാ. നീ ഭക്തയല്ലേ? അയ്യോ, എനിക്ക് വേണ്ട. ഞാൻ കൃഷ്ണഭക്തനാ. അമ്മ പറഞ്ഞ് ഇപ്പോ ദേവി ഭക്തനുമായി. അമ്മു നിരസിക്കരുത്. ഞാനെന്നാ ക്യാഷ് കൊടുത്തിട്ട് വരാം. ഒരാള് ഗിഫ്റ്റ് തരുന്നതല്ലേ, അതും ദൈവത്തെ വേണ്ടെന്ന് പറയരുത്. കൂട്ടുകാരനോട് വീട്ടിലേക്ക് വരരുതെന്ന് കാവേരി ചേച്ചി പറഞ്ഞോ? വിശദായി പറഞ്ഞിട്ടുണ്ട്. അവൻ നമ്മളെ അവിടെ വിട്ടിട്ട് ലോഞ്ചിലേക്ക് പോവും. നിനക്കൊരു ടെൻഷനും വേണ്ട. എന്തു പറ്റി? ഒന്നും കഴിക്കുന്നില്ല. വന്നിരുന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, ഒരു സുഖമില്ലാത്ത പോലെ. കഴിക്കാൻ തോന്നുന്നില്ല വസുമതി. അച്ഛൻ എന്താ വിശപ്പില്ലേ? അച്ഛൻ കഴിക്കേ, മെഡിസിൻ കഴിക്കാനുള്ളതല്ലേ. വിശപ്പില്ലാത്തതൊന്നും അല്ല. ഈ ഇരിപ്പിന്റെ കാരണം എനിക്ക് മനസ്സിലായി. കുട്ടികളാരും വീട്ടിലില്ലാത്തതല്ലേ. അവരെല്ലാം പോയപ്പോ വീട് ഉറങ്ങിയതുപോലായി. ഒച്ച അനക്കമൊക്കെ നിലച്ച പോലായി. അല്ലെങ്കിൽ ഊണുമേശ ഇങ്ങനെയാണോ? അത് ശരിയാ. ശ്രീകുട്ടി റൂമിലുണ്ടായിട്ട് അവൾക്ക് കഴിക്കാൻ നേരമായിട്ടില്ലെന്നാ പറഞ്ഞത്. സച്ചിയുടെ തമാശ അമ്മുവിനെ കളിയാക്കലും ഒക്കെ ആവുമ്പോ കഴിക്കുന്നതറിയില്ല. അവരുടെ കൂടെ ഇരുന്ന പ്രായം പോലും മറന്നുപോകും. അല്ല, അച്ഛന്റെ പറച്ചില് കേട്ടാലേ ഇക്കാലം അത്രേ അച്ഛൻ ജീവിച്ചത് അമ്മുവും സച്ചിയും കൂടെ ഉണ്ടായിട്ടാണെന്ന് തോന്നും. ആരും ഇതൊന്നും കേക്കരുതേ. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല കാഞ്ചനെ. സച്ചിയും അമ്മു ഈ വീട്ടിൽ വരുന്നതിന് മുമ്പ് അധികം മിണ്ടാനും പറയാനും ഇല്ലാതെ മുഖാമുഖം നോക്കി കഴിഞ്ഞവരാ ഞങ്ങള്. സഞ്ജുവിനെ രാവിലെ ഒന്ന് കാണും. അവൻ തിരിച്ചു വരുമ്പോ രാത്രിയാവും. കവിതയുടെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാ. ശ്രീദേവി അധികവും താഴെ വരാറുമില്ല. പിന്നെയുള്ളത് കാവേരിയെ. പണി കഴിഞ്ഞിട്ട് അവക്ക് നേരവുമില്ല. ഞങ്ങൾക്ക് പിന്നെ മിണ്ടാനും പറയാനും ആരാ ഉള്ളത്? ആരാ ഈ അമ്മു? ആരാ ഈ സച്ചി? അവരീ ഫാമിലി പെട്ടതേ അല്ല. സച്ചിയെ അവന്റെ വീട്ടിലേക്ക് പോകും. ആ പെണ്ണുള്ള കാലം ഈ വീട്ടിലുണ്ടാവുമെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? നീ എത്ര കാലം ഞങ്ങളുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളെ ഉണരുമോ എന്ന പ്രതീക്ഷ പോലും എനിക്കില്ല. അത്രയ്ക്ക് രോഗങ്ങൾ കൂടെ കൊണ്ട് നടക്കുന്നവനാ ഞാൻ. ഇപ്പൊ കിട്ടുന്ന ഈ സന്തോഷം തന്നെയാ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലുത്. അതുകൂടി നഷ്ടപ്പെടുന്ന വേദന പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ആദ്യം അച്ഛൻ മക്കളെ സ്നേഹിക്കാനുള്ള മനസ്സ് കാണിക്കും. ഞാനിവിടെ വന്നിട്ട് തികച്ചു 10 മിനിറ്റ് നേരമെങ്കിലും അച്ഛൻ എന്നോട് സംസാരിച്ചിട്ടുണ്ടോ? ഞാനും അമ്മയെ സംസാരിക്കുന്നത് കണ്ട അച്ഛൻ മറ്റൊരു വഴിക്ക് പോകും. ഇനി ഞാൻ നിന്നോട് എന്ത് സംസാരിക്കാനാ മോളെ? നിനക്ക് വേണ്ടി ഒരച്ഛനെന്ന നിലയിൽ എനിക്ക് ചെയ്യാനുള്ള കടമകൾ ചെയ്യാൻ പോലും നീ എന്നെ അനുവദിച്ചില്ല. ഈ വാർദ്ധക്യത്തിൽ നിന്റെ കൂടെ ചെലവഴിച്ച് ഞാൻ എന്ത് മനസ്സുഖം അനുഭവിക്കാനാ? എവിടെ മുതലാ അച്ഛനും മക്കളും തമ്മിൽ അകന്നേന്ന് അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ കാരണമാണോ കവിത ഇപ്പോഴും ഒറ്റത്തടിയായിട്ട് നിൽക്കുന്നത്? അവളെ ഓർത്ത് അച്ഛൻ എന്ത് ഉൾക്കണ്ടേ? അവള് പറയുന്ന സത്യമാ. എന്നും ഈ വീട്ടിൽ വന്ന് കയറുന്നവർക്കേ വിലയുള്ളൂ. അതിലെന്താ സംശയം? പെൺമക്കൾ എന്നെ വീട്ടിലേക്ക് പോകും, മരുമക്കൾ കുടുംബം നോക്കും. മതി, നിർത്ത. എവിടെ നിന്നോ ഒഴിയാബാധ പോലെ വന്ന ഒരു പെണ്ണില്ലാതെ നിങ്ങൾക്ക് ഭക്ഷണം ഇറങ്ങില്ലേ?